പിടിച്ചങ്ങേറട്ടങ്ങനെ തോക്കാനിനി നമ്മക്കയ്യോ പാങ്ങില്ലേ പാങ്ങില്ലായേ. വയ്യാത്തവർ വിട്ടേ പോണേ, പണിയെടുക്കാൻ മടി വന്നാലോ അവസാന കയ്യാണേ ഇത് ചെയ്യിച്ചില്ലിൽ നാണക്കേട്. നേരിടാൻ പണി തുടരാം, കഴിവിനുമൊപ്പം എഴിവിനുമേറ്റം മാനമുട്ടേ അഭിമാനവുമുണ്ട്. തട്ടിൽ കേറണ്ടേ എല്ലാരും പോന്നാട്ടെ, ആവേശമെള്ളോളം തൂവാതെ പോരു 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 അടിച്ചുടയ്ക്ക്. പാട്ടിൽ ചേരു 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 ഒന്നായി ചേരു പോരു പോരു ചേരു ചേരു പോരു പോരു ചേരു ചേരു പോരു പോരു ചേരു ഉടച്ചു വാർക്ക്. മധുരമില്ലാത്തൊരു ചായ രണ്ട് ലഡുവും പോരട്ടെ. അങ്ങനെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, എല്ലാത്തിനും കൂടി ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡേവീസിന്റെ ബാൻഡിലെ വെളുത്ത തോമയുടെ അനിയൻ പോളച്ചൻ ₹1 വാങ്ങാതെ ക്ലാരയെ കിട്ടും. ഏത് നമ്മുടെ അണ്ടിക്കമ്പനി ജോലിയുള്ള പോളച്ചൻ. പെരുന്നാൾ കഴിഞ്ഞാൽ ഇവന് ഡേവീസിന്റെ ബാൻഡിൽ നല്ല ശമ്പളത്തിൽ വായിക്കാം. എസ്തപ്പാന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച വീടിന്റെ ആധാരം. ഇതൊക്കെ കൂടാതെ ഷോസന്നയുടെയും ഇവന്റെയും കല്യാണം കുമരങ്കരി പള്ളിയിൽ വെച്ച് ഈ ഔസേപ്പ് മുന്നിൽ നിന്ന് നടത്തും. പിന്നെ ഇതിനൊക്കെ വേണ്ടി ഞങ്ങൾ എന്നാ ചെയ്യണമെന്ന് മാത്രം അച്ചാച്ചൻ പറഞ്ഞാ മതി. അവക്ക് കാര്യം മനസ്സിലായി. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ആർക്കും ഛേദമില്ലാത്തൊരു ഉപകാരം. എന്റെ മോൻ മത്സരത്തിന് വായിക്കരുത്. മേടന് ഊണ് കാലായ പരിപാടി തുടങ്ങാറായി. എങ്ങനെയുണ്ട് എന്റെ യൂണിഫോം? ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ യൂണിഫോം ഒക്കെ ഇട്ടപ്പോ ഞാൻ അമ്മച്ചിനെക്കാളും പൊക്കവും പത്രാസൊക്കെ കൂടിയില്ലേ? ഞാനിപ്പോ അമ്മച്ചിനെ എന്താ വിളിക്കുക? എന്റെ പൊന്നച്ചാച്ച, ക്ലാരിനെറ്റ് കയ്യിലെടുക്കുമ്പോ കൈവരക്കണ ഇച്ചായനാ മുമ്പേ ഇന്ന് വായിക്കാൻ പോണേ. ഇതാണ്ടേ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. പള്ളി ബാൻഡ് 1-ാം ദിവസം തേക്കയല്ല. അച്ചാച്ചൻ വാത് വയ്ക്കുന്നോ? ഇച്ചായൻ വാത് വയ്ക്കുന്നോ? മോനെ സോളമ്മ ഒന്ന് നിന്നേ, അച്ചാച്ചൻ പറയട്ടെ. സോളമ്മ, നീ നിന്റെ അപ്പൻ എസ്തപ്പനേക്കാൾ നന്നായി വായിക്കുന്ന അച്ചാച്ചൻ അറിയാം. നീ വായിച്ച ബാൻഡ് ജയിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞാ നീ വായിച്ചോ, എവിടെ വേണമെങ്കിലും വായിച്ചോ. അച്ചാച്ചൻ ഇപ്പൊ ചെയ്യുന്ന ഈ പണിക്ക് എന്ത് കൂലി കിട്ടും? പള്ളി വിലയ്ക്ക് ഒരു കുടുംബത്തിന്റെ ഗതി എന്താവും അറിയോ നിനക്ക്? അരി കിട്ടത്തില്ല, ഒരു കല്ല് ഉപ്പ് കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല. ഇടവകയിലെ ഒരു കുഞ്ഞു പോലും മുഖത്ത് നോക്കി മിണ്ടത്തില്ല. തള്ളയും മക്കളും രാഖി രാമാനം കുമരക്കരി വിടേണ്ടി വരും. പുണ്യാളിനിരിക്കുന്നത് കൂടിനകത്ത്, പുറത്തു നിന്ന് കാര്യങ്ങൾ നടത്തുന്നത് അച്ഛനും പിന്നെ ഈ കപ്പ്യാരോ. ക്ലാര, എങ്ങനെയുണ്ടായിരുന്നു വായന? അവസാനം തെറ്റിപ്പെടുവോ? ഒന്ന് പറയടി, നീ പറഞ്ഞ എനിക്ക് വിശ്വാസമാ. രണ്ടാം റൗണ്ടിലേക്ക് 8 ടീമുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പേരുകൾ വായിക്കുന്നു: മഞ്ഞുമ്മൽ മേരി മാതാ ബാൻഡ് സംഘം,
മുതലാളിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. സോളമന്റെ ക്ലാർനെറ്റിന്ന് റീഡ് ഊരി ഞാൻ നിലത്തിട്ട് വരച്ചായിരുന്നു. അത് അവന് വായിക്കാൻ പറ്റാഞ്ഞത്. റീഡ് ഇല്ലാതെ അങ്ങനെ വായിക്കും മുതലാളി. പള്ളിബാലിന്റെ വേടി ഇന്നത്തോടെ തീരും. മോനെ ആണുങ്ങളായ വായിച്ചു ജയിക്കണം. ഒരുമാതിരി കോണത്തിലും മറ്റു പണി കാണിക്കരുത്. പോടാ. നിന്നെ നീ ബാൻഡിന്റെ കൂടത്തിൽ കണ്ടുപോലെ വിട്ടോടാ. പോടാ. കുറ്റം പറയാൻ പറ്റൂല. റീഡ് വരയ്ക്കാൻ പറഞ്ഞത് കപ്പിയാരാണല്ലോ. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പറ്റൂല. സാരമില്ല സോളമ, എന്തായാലും നമ്മൾ പുറത്തായില്ലല്ലോ. സോളമന്റെ ഉള്ളിൽ ഇനി നാളത്തെ ഒരു ദിവസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇന്നിങ്ങനെ പറ്റിയെങ്കിൽ നാളെ അതൊരു വാശിയായിട്ട് പുറത്തു വരണം. Saints go marching in. Oh, when the saints go marching in, I want to be in that number. When the saints go marching in. ആളവനൊരു പിത്തപ്പതി ആണേലും വിത്ത് എത്തപ്പാല് അവൻ ഇത്തവണ കലക്കും. പ്രിയമുള്ളവരെ, സംഭാവനകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. മേരി മാതാ ബാൻഡ് സംഘം. ഇത് എന്റെ പറമ്പെന്ന് പറ്റിയതാ. ഇറങ്ങടാങ്ങോട്ട്. സുഹൃത്തുക്കളെ, മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. വെട്ടിക്കവല ഈശോ ബാൻഡ് സംഘത്തിന് വേണ്ടി 101 കോഴിമുട്ടകൾ സംഭാവന ചെയ്തിരിക്കുന്നു. ചക്കാരക്കൽ അബ്രോ. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, രണ്ടാം ദിവസ ബാൻഡ് മത്സരത്തിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെമി ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 4 സംഘങ്ങളുടെ പേരുകൾ അനൗൺസ് ചെയ്യുകയാണ്. മഞ്ഞുമ്മൽ മേരി മാതാ ബാൻഡ് സംഘം, കുരിശടി ചെറുപുഷ്പ